എവിടെയാണ് സിബിന് പിഴച്ചത്? ബിഗ് ബോസിൽ അത് ആദ്യമല്ല വൈൽഡ് കാർഡ് എൻട്രികളായി എത്തുന്ന മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്തും പ്രൊവോക്ക് ചെയ്തും ഗെയിം കളിക്കുന്നത്. പലപ്പോഴും വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ആനുകൂല്യവും ഇതാണ്. മുൻ സീസണുകളിലും പൊളിഫിറോസ്, റിയ സലീം എന്നിവരും പുറത്തുനിന്ന് ഷോ കണ്ട് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അകത്തു വന്ന് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റു മത്സരാർത്ഥികളെ പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിച്ചവരാണ്. ഇരുതല മൂർച്ചയുള്ള വാളാണ് ഈ പ്രൊവോക്കിംഗ് ഗെയിം. അതിന് അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ബോധ്യത്തോടെ തന്നെയാണ് പൊളിഫിറോസും റിയ സലീമുമൊക്കെ ആ ഗെയിം കളിച്ചത്. എന്നാൽ സിബിന് അത്തരമൊരു ദീർഘവീക്ഷണം ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരാഴ്ചയിൽ തൻ്റെ ഗെയിം പ്ലാനിന് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് സിബിൻ ഓർക്കാതെ പോയി. അതിനാൽ തന്നെയാണ് സിബിന് അടി പതറിയതും. വീഴ്ചയിൽ നിന്നും സിബിൻ എങ്ങനെ കരകയറുമെന്നും എങ്ങനെ ഇതൊക്കെ വീണ്ടെടുക്കാമെന്നും സിബിന് മനസ്സിലാകാതെ പോകുന്നുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെ സഹായം നൽകിയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വന്നെങ്കിലും വീണ്ടും സിബിൻ പഴയ രീതിയിലേക്ക് തന്നെ പോവുകയാണ്. മാനസികമായും വളരെയധികം തളർന്ന് സിബിൻ ഇരിക്കുന്നതും പഴയൊരു ഊർജ്ജമില്ലാതിരിക്കുന്നതുമൊക്കെ ലൈവിൽ കാണാം. സിബിന് ഹെൽപ്പ് വേണമെന്നും എനിക്കിവിടെ പറ്റുന്നില്ലെന്നും ക്യാമറ പേടിയാണ്, വീട് പേടിയാണ്, അയാളെ പേടിയാണ്, ഇയാളെ പേടിയാണ് എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. എന്തായാലും സിബിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സീസൺ 6 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.